ഒന്ന് ആലോചിച്ച് നോക്ക്. നീ അശോകേട്ടന്റെ മോളാ? ആ. ഉം. ഇപ്പൊ ഓർമ്മ വന്നെ. അല്ല, എനിക്ക് ആദ്യം കേട്ടൊരു സൗണ്ട് അങ്ങ് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചെടുത്ത പാടന്നെ മനസ്സിലാവും. ഇല്ല, എനിക്ക് ആദ്യം അങ്ങ് മനസ്സിലായില്ല. അത് ഉം. എനിക്ക് ഇതായിരുന്നു എന്റെ നമ്പർ കിട്ടി എനിക്ക്. അച്ഛൻ വീടുന്നല്ലേ ചീത്ത ചെയ്താന്ന് എന്റെ ഫോണിന്നാ ചെയ്ത. ഓ. അപ്പൊ ആ നമ്പർ കിട്ടി, ഞാൻ സേവ് ചെയ്ത് വെച്ചു. ആ, 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 ആ. അപ്പൊ അത് പിന്നെ ഞാൻ വിളിച്ചെത്താന്ന് വിചാരിച്ചു. ആ, ഞാൻ നോക്കിയില്ല നമ്പർ. ആ, ഉം. വെറുതെ വിളിച്ചാ? എന്തായാലും സേവ് ചെയ്ത് വെച്ചു. നമ്പർ സേവ് ചെയ്ത് വെച്ചു. ആ, അത് ശരി ചെയ്യാം. വെറുതെ വിളിച്ചാ? ആ, വെറുതെ വിളിച്ചു. അത് ശരി. എന്തേ? അല്ല, ഒന്നുമില്ല, ഞാൻ ചോദിച്ചതാ. വെറുതെ വിളിച്ചാന്ന്. ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലും പെയിന്റ് എന്തെങ്കിലും അടിക്കാൻ ബാക്കി ഉണ്ടോന്നാ, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചത്. അല്ല, ഞാൻ ഞാൻ വെറുതെ വരുമ്പോ എല്ലാം വിളിച്ചതാ. നമ്മള് ചെക്ക് ചെയ്തിട്ടാ വന്നേ. ആ, ഞാൻ വെറുതെ എന്തെങ്കിലും പറഞ്ഞിരിക്കാലോ എന്ന് വിചാരിച്ചു വിളിച്ചതാ. വെറുതെ എന്തെങ്കിലും പറഞ്ഞിരിക്കാ, അതെന്തിനാ? എന്തോ ഉണ്ണിയേട്ടനോട് വർത്താനം പറയുമ്പോ നല്ല രസമുണ്ട്. ഉണ്ണിയേട്ടൻ വീട്ടിലെത്തിയിട്ടില്ല? അല്ല, ഞാൻ വീട്ടിലെത്തിയിട്ടില്ല. ആടുന്ന് കണ്ടിട്ട് പോലും ഇതുവരെ എന്നെ ഉണ്ണിയേട്ടാന്നൊന്നും വിളിക്കാത്ത നീ പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് ഉണ്ണിയേട്ടാന്ന് വിളിക്കുമ്പോ. അത് പിന്നെ അത്ര ആളുണ്ട്, നിങ്ങൾ 5 ആളില്ലേ, അപ്പൊ എല്ലാരും മുന്നിൽ വെച്ചിട്ട് അതുകൊണ്ട് അങ്ങനെ അധികം വിളിക്കാഞ്ഞതാ. അത് ശരി. പക്ഷെ ഞാൻ നോക്കുന്നുണ്ട്. ആ. അവന്റെ വീട്ടിൽ പോട്ടെ സമയം അല്ല, കിട്ടുന്നു. ഞാൻ ഇത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന. നമ്മക്ക് പിന്നെ വണ്ടിയൊന്നും വീട്ടിലാരില്ലല്ലേ? ഇല്ല. വീട്ടില് ഓളും മോനും ഞാനും. ഓ, മോനെത്രയല്ല? മോൻ 1ാം ക്ലാസ് പഠിക്കുന്നു. ചേച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഓളൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഓളിങ്ങനെ PSC എല്ലാം എഴുതിയിട്ട് നോക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല. കൊറേ ആയി കല്യാണം കഴിഞ്ഞിട്ട്? എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷം. ഉണ്ണേട്ടൻ ഇപ്പൊ അടുത്തായിട്ടോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? പണി കിട്ടീനോ വീട്ടിന്റെ ഇല്ല, അടുത്തായിട്ടോ? ആ ഭാഗത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഞാനല്ല പണീന്റെ ഇത് നോക്കുന്നേ. മറ്റേ ആ, ആ, വെറുതെ കുറച്ച് തടിച്ചിട്ടൊരേട്ടനെ കണ്ടിട്ടില്ലേ? ആ, ദിലീപേട്ടൻ. അവര്. ആ, ആ, ആ. എനിക്കറിയോ അറിയില്ല. ആ, ഓറാന്ന് മേസ്തിരി മെയിന്. ഓ. ആ, അപ്പൊ ഓറെയാന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇപ്പരം പണിക്ക് വരുന്ന മാത്രമേ ഉള്ളൂ. ആ, ആ. ഇവിടെ അടുത്ത് ആറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറ. ആഹാ, അടുത്ത ഞാൻ പറയാൻ തരാം. ഉം. ഞാൻ അടുത്തൊന്നും മിണ്ടാണ്ട് പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് മിണ്ടുമ്പോ മിണ്ടാണ്ടൊന്നുമില്ലാലോ, സംസാരിക്കലല്ലേ ഇല്ലേ? അധികം സംസാരിക്കാൻ പറ്റൂല, വെള്ളം വേണോ, അച്ഛനല്ലേ ഇല്ലേ വീട്ടില്. മറ്റേ വെള്ളം വേണോ, ചോറ് തിന്നാൻ അതല്ലേ ഉള്ളൂ. അത് പിന്നെ വീട്ടിൽ അച്ഛനെല്ലാം ഉള്ളോണ്ടാ. അല്ല, നിന്റെ മുറി പെയിന്റ് അടിച്ചിട്ട് ഇഷ്ടായിനാ? ഞാൻ അടിച്ചു. നല്ല രസമുണ്ട്, ഇഷ്ടായി. എനിക്ക് കളർ എനിക്ക് തീം ഇഷ്ടപ്പെട്ട. എനിക്ക് ആ കളർ തീം ഇഷ്ടായി കേട്ടാ. വേറെ ഉം, നീയാ സെലക്ട് ചെയ്ത്. അതെ, അത് നല്ലുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കളറാ അത്. ഓ. ഞാൻ ആ, വിചാരിച്ച പോലെ തന്നെ കിട്ടിയത്. അതെയാ? ആ, ഇനി പെയിന്റ് അടിക്കും മുന്നേറിനെ തന്നെ വിളിച്ചാൽ മതിയല്ലോ. ഇനിയപ്പാ അതിന് പക്ഷെ എത്ര കാലം എടുക്കും? നമുക്ക് വേണം തോന്നുമ്പോ അടുപ്പിക്കാലോ. പൈസ ചെലവല്ലേ? ഏയ്, അപ്പൊ ഉണ്ണിയേട്ടനെ കാണുകയും ചെയ്യാലോ. പൈസ ചെലവായാലും കുഴപ്പമൊന്നുമില്ല. നീ ഇപ്പോ +2 അല്ലേ പഠിക്കുന്നത്? ആ, +2. ആ, അച്ഛനോട് ചോദിച്ചാലോ പറഞ്ഞേ. ആ, എന്നാ എടുത്തേ? +2 എന്ന് എടുത്തേ? +2 ഹ്യൂമാനിറ്റീസ്. അതെന്തേ ഹ്യൂമാനിറ്റീസ്? സയൻസ് ഒന്നും എടുക്കാന്ന്?
ഏയ് എനിക്ക് വലിയ പഠിക്കാനൊന്നും താല്പര്യമില്ല. അത് ശരി. ഉം. ഉം. പിന്നെ പിന്നെ ഉണ്ണിയേട്ടൻ എത്ര വരെ പഠിച്ചേ? നമ്മള് +2 പോയിനി. IT എല്ലാം പഠിച്ചതാ ഏ, +2 കഴിഞ്ഞിട്ട്. എന്നിട്ടെന്താ പെയിന്റിന്റെ പണിക്കെല്ലാം പോയത്? ഇവിടെ പ്രേമിച്ച് കല്യാണം കഴിച്ചാ പിന്നെ വേറെ വഴിയില്ലല്ലോ. സ്നേഹിച്ച് കല്യാണം കഴിച്ചാ? സ്നേഹിച്ച് കല്യാണം കഴിച്ചാ. ഒളിച്ചോടി പോയതാ? ഒളിച്ചോടി പോയതാണെന്ന് ചോദിച്ചാ എന്താ പറയാ, ഒളിച്ചോടിയിട്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാ നല്ല രീതിയിലാണെന്ന് പറയാൻ പറ്റൂല. വീട്ടിലെല്ലാം ഒട്ടാകെ പ്രശ്നമെല്ലായി. പിന്നെ അങ്ങനെ ഒരു ഇതില് കല്യാണം കഴിച്ച. കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ ഓക്കെ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെന്നപ്പാ വേറെ എന്ത് കുഴപ്പപ്പാ, കുട്ടി ഉണ്ടാകാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയി. അത് അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്, അതുകൊണ്ട്. കല്യാണം ഉണ്ണിയേട്ടനടുത്ത് സംസാരിക്കുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ ഇടക്കിടക്ക് വിളിക്കുന്നതിനെന്താ കുഴപ്പമുണ്ടോ? നീ വിളിക്കാൻ ഇടക്കിടക്ക് വേണ്ടിട്ട്. വിളിച്ചോ, പക്ഷെ എന്റെ ഭാര്യ എന്റെ അടുത്തുള്ളത് നീ വിളിക്കരുത്. അപ്പൊ ഉണ്ണിയേട്ടൻ പറഞ്ഞാ മതി, വിളിക്കൂല, മെസ്സേജ് ഇട്ടാ മതി ഭാര്യ അടുത്തുണ്ടെങ്കിൽ. ഇല്ലാത്തപ്പോ വിളിക്കാം. അപ്പൊ നീ മെസ്സേജ് അയച്ചിട്ട് മാത്രമേ എന്നെ വിളിക്കാൻ നിൽക്കാവൂ. ആ, നീ മെസ്സേജ് അയച്ച് ചോദിക്കണം. അത് നിന്റെ പേര് ഞാൻ വേറൊന്നും സേവ് ആക്കാം. ആ, എന്റെ പേര് ഉണ്ണിയായിട്ടൊന്നും പറഞ്ഞാൽ സേവ് ആക്കില്ല. നാളെ ഇല്ല. ഊറ് കണ്ടിട്ട് ചെയ്യില്ല. അതെല്ലാം ഞാൻ നോക്കിക്കോളൂ. ഉണ്ണിയേട്ടാ ഞാൻ വിളിക്കുമ്പോ ഒന്ന് എടുത്താ മതി. എടുക്കലും ചെയ്യാം. അപ്പൊ നമുക്കെന്നാ ഇടയ്ക്കൊന്ന് ഇങ്ങോട്ടേക്കെല്ലാം വാ. എവിടെ, നിന്റെ വീട്ടിലാ? ആ, ഇവിടെ എപ്പോഴും എല്ലാരും ഒന്നും ഉണ്ടാവൂല. നമുക്കെന്തെങ്കിലും പറഞ്ഞിട്ടല്ലേ ഇരിക്കാം. നീ പോയാ എന്തേ? ഒന്നും കഴിയുന്നില്ല. അങ്ങോട്ട് വീട്ടിലേക്ക് പ്രേമിച്ചെല്ലാം കല്യാണം കഴിച്ചിട്ട് ഉണ്ണിയേട്ടന് ഇത്രക്ക് പേടിയാ? അയ്യേ, പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ചാൽ, പക്ഷെ ഇനിയൊരു പ്രേമം കൊണ്ട് വീട്ടിൽ കയറാൻ അതിനാരും അറിയാണ്ടെന്നാ പോരെ? വേറെയും കുറെ സ്ഥലമെല്ലാം ഉണ്ടല്ലോ, അതിലും പോയിരിക്കാം. അതും ഉണ്ണിയേട്ടന്റെ ഇഷ്ടം, എനിക്ക് കണ്ടാ മതി. കുറച്ച് കഴിയട്ടെ, കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. വീട്ടിലേക്ക് വന്ന് അവിടെ ഇരുന്ന് വർത്താനം പറയാമല്ലോ. കുറച്ച് കഴിയട്ടെ. എന്തെങ്കിലും സൗണ്ട് കേട്ടിനാ? ഇല്ലാലോ. എന്താ? അമ്മ വിളിച്ചാ താഴേന്ന്? എന്തേനു? ചായ കുടിക്കാനോ? ആ, ശരി, പോയി ചായ കുടിക്ക്. ഞാനിതാ ഇവിടെ എത്താനായി. ഉണ്ണിയേട്ടൻ വിളിക്കുമ്പോ എടുക്കണേ, ഞാൻ മെസ്സേജ് അയക്കാം. ഇനിയിപ്പോ രാത്രി എത്ര മണിക്കാ? നോക്കട്ടെ. ഞാനൊന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ചിലപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങും. ചായ കുടിക്കണം. ചായ കുടിച്ചിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങും. ഒരു അരമണിക്കൂർ മതി. അരമണിക്കൂർ മതിയാ? അങ്ങനെ ചോദിച്ചാല് എന്തായാലും വിളിക്ക്, ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, ശരി ശരി. ശരി, ശരിയെന്നാ. വെക്കട്ടെ. ആ.